വെൽക്കം ടു PSC വേൾഡ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ദേശീയ സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളെ പറ്റിയാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ വസ്തുതകളും തീർച്ചയായും ഈ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ചോദ്യവും അതിനോടനുബന്ധിച്ചുള്ള വിശദീകരണവും വഴിയാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഈ മുഴുവൻ ചോദ്യങ്ങളും വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ടോപ്പിക്ക് പൂർണ്ണമായും ഈ ഒരു ക്ലാസ് കൊണ്ട് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, ഇന്ത്യയിൽ ദേശീയ വിവരാവകാശ നിയമം പാസാക്കിയത് എന്നാണ്? ഇന്ത്യയിൽ ദേശീയ വിവരാവകാശ നിയമം പാസാക്കിയത് 2005 ജൂൺ 15-നാണ്. 2005 ജൂൺ 15-നാണ് ഇന്ത്യയിൽ ദേശീയ വിവരാവകാശ നിയമം പാസാക്കിയത്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ നിയമം പാസാക്കാൻ ലോക്സഭയും രാജ്യസഭയും പാസാക്കണമല്ലോ. ഈ നിയമം പാസ്സാവണമെങ്കിൽ അപ്പോൾ ലോക്സഭ പാസാക്കിയത് 2005 മെയ് 11, രാജ്യസഭ തൊട്ടടുത്ത ദിവസം മെയ് 12. ഓക്കെ, ഒന്നുകൂടെ പറയാം. വിവരാവകാശ നിയമം ലോക്സഭ പാസാക്കിയത് 2005 മെയ് 11, രാജ്യസഭ പാസാക്കിയത് 2005 മെയ് 12. ഇനി ഈ നിയമം പാസാക്കിയതോ, അതായത് നമ്മുടെ പ്രസിഡന്റ് ഒപ്പുവെച്ചത്, ഏത് പ്രസിഡന്റാണ് ഒപ്പുവെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് ഒപ്പുവെച്ചത്. അതാണ് 2005 ജൂൺ 15. പിന്നീട് 2005 ഒക്ടോബർ 12 നിലവിൽ വരുന്നു. അത് നമ്മൾ വഴിയെ പറയും. ഓക്കെ, അടുത്ത ചോദ്യം, ദേശീയ വിവരാവകാശ നിയമത്തിന് പരോക്ഷമായി പ്രചോദനമായ ഭരണഘടനാ വകുപ്പ് ഏതാണ്? വകുപ്പ് 19(1)(a) ആണ്. ദേശീയ വിവരാവകാശ നിയമത്തിന് പരോക്ഷമായി പ്രചോദനമായ ഭരണഘടനാ വകുപ്പാണ് വകുപ്പ് 19(1)(a). അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് വകുപ്പ് 19(1)(a). അഭിപ്രായ പ്രകടനത്തിന്റെ മറുപുറമായി കണക്കാക്കാവുന്ന അറിയുവാനുള്ള അവകാശം എന്ന ആശയത്തിൽ നിന്നാണ് വിവരാവകാശ നിയമത്തിന്റെ ഉൽപ്പത്തി. അതായത് അഭിപ്രായ പ്രകടനത്തിന്റെ മറുപുറമായി കണക്കാക്കാവുന്ന അറിയുവാനുള്ള അവകാശം എന്ന ആശയത്തിൽ നിന്നാണ് വിവരാവകാശ നിയമത്തിന്റെ ഉൽപ്പത്തി. ഓക്കെ, അടുത്തത്, 2005 ദേശീയ വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വിവരാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത് എന്നാണ്? 2005 ഒക്ടോബർ 12-നാണ്. 2005 ഒക്ടോബർ 12-നാണ്. 2005 മെയ് 11-ന് ലോക്സഭ പാസാക്കുന്നു. തൊട്ടടുത്ത ദിവസം 2005 മെയ് 12-ന് രാജ്യസഭ പാസാക്കുന്നു. 2005 ജൂൺ 15-ന് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നു. ആരാണ് ഒപ്പുവെച്ചത്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. അതിനുശേഷം 2005 ഒക്ടോബർ 12-ന് ഈ നിയമം നിലവിൽ വരുന്നു. 2005 ഒക്ടോബർ 12-നാണ് വിവരാവകാശ നിയമം ഫലത്തിൽ പ്രാബല്യത്തിലായത്. അടുത്തത്, വിവരാവകാശ നിയമം പാസാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 55-ാമത്തെ രാജ്യമാണ് അല്ലെ? വിവരാവകാശ നിയമം പാസാക്കിയ 55-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അടുത്തത്, വിവരാവകാശ നിയമം പാസാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം സ്വീഡനാണ്. സ്വീഡനാണ് വിവരാവകാശ നിയമം പാസാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചാല് സ്വീഡനാണ്. സ്വീഡൻ. അടുത്തത്, ലോകത്താദ്യമായി ഓംബുഡ്സ്മാൻ സംവിധാനം ഏർപ്പെടുത്തിയ രാജ്യവും സ്വീഡൻ തന്നെയാണ്. അപ്പൊ ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം, അതുപോലെ തന്നെ ഓംബുഡ്സ്മാൻ സംവിധാനം, ഇതെല്ലാം നടപ്പിലാക്കിയതാരാണ്? സ്വീഡനാണ്. സ്വീഡൻ. അടുത്തത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അഴിമതികളെ കുറിച്ച് അന്വേഷിക്കുന്നതിനുള്ള സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. അത് നമുക്കറിയാല്ലേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അഴിമതികളെ കുറിച്ച് അന്വേഷിക്കുന്നതാണ് എന്ത്? ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാൻ ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം സ്വീഡനാണ്. ഓക്കെ, അടുത്തത്, ഇന്ത്യയിൽ 2005 ദേശീയ വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇന്ത്യയിൽ 2005 ദേശീയ വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. ആരാണ് ഈ നിയമത്തിൽ ഒപ്പുവെച്ച പ്രസിഡന്റ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. UPA സർക്കാരിന്റെ കാലത്താണ് വിവരാവകാശ നിയമം പാസാക്കപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ്. ഇതാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. അറിയുവാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യം പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ് അറിയാനുള്ള അവകാശവുമായി ഇന്ത്യയിൽ പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമം. ഓക്കെ, പക്ഷേ ഈ നിയമം ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടില്ല. ഈ നിയമം എന്ത് ചെയ്യപ്പെട്ടില്ല? ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടില്ല അല്ലെ? 2005 വിവരാവകാശ നിയമത്തിലെ 31-ാം സെക്ഷനിൽ ഈ നിയമം റിപ്പീൽ ചെയ്തതായി അറിയിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്.
2005 വിവരാവകാശ നിയമത്തിലെ 31 സെക്ഷനിൽ ഈ നിയമം ഏത് നിയമം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 റിപ്പീൽ ചെയ്തതായി അറിയിക്കുന്നു. റിപ്പീൽ എന്ന് പറഞ്ഞാൽ സിനോണിംസ് എന്താണ്? റിപ്പീല്, റിവോക്ക്, അന്നൽ ചെയ്യുക, ANNUL അന്നൽ ചെയ്യുക, റിവോക്ക് ചെയ്യുക, അതായത് അവസാനിപ്പിക്കുക, റദ്ദാക്കുക, പിൻവലിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ 2005 വിവരാവകാശ നിയമം വന്നപ്പോൾ എന്ത് പറ്റി? അതിലെ 31 സെക്ഷനിൽ ഈ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 റിപ്പീൽ ചെയ്തതായി അറിയിക്കുന്നു. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഊർജം പകർന്ന വനിതയാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണ റോയി ആണ്. അരുണ റോയി. ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഊർജം പകർന്ന വനിതയാരാണ്? അരുണ റോയി. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഓർത്തിരിക്കുക, ഇന്ത്യയിൽ വിവരാവകാശ നിയമം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് 1990കളിൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗ് ആണ്. ആരാണ്? VP സിംഗ് ആണെന്ന് പറയും. അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും ഓർത്തിരിക്കുക, VP സിംഗ് ആണ് ആദ്യമായി വിവരാവകാശം എന്നൊരു ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത്, അല്ലെ? VP സിംഗ്. ഇതെന്താ ചോദ്യം? ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഊർജം പകർന്ന വനിതയാരെന്ന് ചോദിച്ചാൽ അരുണ റോയി ആണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സംഘടനയാണ് വിവരാവകാശ നിയമ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത്? നമുക്ക് എല്ലാവർക്കും അറിയാം, അത് MKSS എന്നറിയപ്പെടുന്ന മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്. എന്താണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് അത് ഏത് ഇന്ത്യയില് വിവരാവകാശ നിയമ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഈ മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയുടെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു ആര്? അരുണ റോയി. ഈ മസ്ദൂർ കിസാൻ ശക്തി സംഘടന അഥവാ MKSS എന്ന സംഘടനയുടെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു ആര്? അരുണ റോയി. അടുത്തത്, മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയുടെ പ്രവർത്തന കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലാണ്. MKSS അഥവാ മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയുടെ പ്രവർത്തന കേന്ദ്രം രാജസ്ഥാനിലാണ്. അടുത്തത്, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഇത്? തമിഴ്നാട്. തമിഴ്നാട് നടപ്പാക്കിയത് 2005 വിവരാവകാശ നിയമം വരുന്നതിന് മുന്നെയാണ്. 1997 ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഇതേ 97 തന്നെ മറ്റൊരു സംസ്ഥാനവും പാസ്സാക്കിയിരുന്നു, അതാണ് ഗോവ. അപ്പോൾ 1997 തമിഴ്നാടും ഗോവയും വിവരാവകാശ നിയമം ആദ്യമായി പാസ്സാക്കിയിരുന്നു. ആദ്യമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ്. അതേ വർഷം തന്നെ 97 തന്നെയാണ് ഗോവയും പാസ്സാക്കുന്നത്. ഏത്? നമ്മുടെ 2005 വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നേ തന്നെ 1997 തമിഴ്നാടും പാസ്സാക്കി, ഒപ്പം ഗോവയും പാസ്സാക്കിയെന്ന് ഓർത്തിരിക്കുക. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം അറിയപ്പെടുന്ന പേര്? ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് CIC ഭവൻ. ന്യൂഡൽഹിയിലുള്ള CIC ഭവനാണ് ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വിവരാവകാശ നിയമം 2005 ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അതായത് നമ്മൾ CIC ഭവൻ ഡൽഹി എന്ന് പറഞ്ഞ ആസ്ഥാനം തൊട്ട് മുമ്പ് എന്താ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? കഴിഞ്ഞ LDക്കൊക്കെ മുൻപ് ഓഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നായിരുന്നു പഠിച്ചു. ഓഗസ്റ്റ് ക്രാന്തി ഭവൻ. ഇപ്പൊ എന്താ ആസ്ഥാനം? CIC ഭവൻ. ഓക്കെ, അത് പറയാൻ വിട്ടു. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വിവരാവകാശ നിയമം 2005 ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം എല്ലാം ശരിയാണ്, അല്ലെ? എല്ലാം ശരിയാണ്. നമുക്ക് നോക്കാം. 2005 വിവരാവകാശ നിയമത്തിൽ ആകെ 31 സെക്ഷനുകളുണ്ട്. എത്ര സെക്ഷനുകളുണ്ട്? 31 സെക്ഷനുകളുണ്ട്. 6 അധ്യായങ്ങളുണ്ട്. അതുപോലെ 2 ഷെഡ്യൂളുകളുമുണ്ട്. ഏറ്റവും കുറവ് എന്താണ്? ഷെഡ്യൂളുകൾ. 2 ഷെഡ്യൂൾ, 6 അധ്യായം, 31 സെക്ഷനുകളാണ് കൂടുതൽ വേണ്ടത്. ഒരുപാട് സെക്ഷൻസ് വേണ്ടേ? പിന്നെ അധ്യായങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു +1 പുസ്തകം എടുത്താൽ, അല്ലെങ്കിൽ 9ാം ക്ലാസ്സിന്റെ ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ എന്താ അതിനകത്ത് എത്ര അധ്യായങ്ങളുണ്ട്? പുസ്തകം തന്നെ 10-300 പേജുകൾ കാണും, അല്ലെ? എന്നാൽ 4-5 അധ്യായങ്ങളെ കാണത്തുള്ളൂ. അങ്ങനെ ഓർത്തിരിക്കാം. അപ്പൊ അധ്യായങ്ങൾ കുറവാണ് 6 പിന്നെ ഷെഡ്യൂളുകൾ 2 മതി. 2 ഷെഡ്യൂൾ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. ഞാനൊക്കെ ഓർത്തിരുന്നത് എങ്ങനെ? ഈ നമുക്ക് ഇതുപോലെ മലയാളം ഫസ്റ്റ് സെക്കൻഡ് ഉണ്ടാവും, അതുപോലെ സോഷ്യൽ സ്റ്റഡീസ് ഫസ്റ്റ് സെക്കൻഡ് ഉണ്ടാവും. അങ്ങനെ 2 ഷെഡ്യൂൾ, അങ്ങനെ ഓർത്തിരിക്കാം. 2 ഷെഡ്യൂൾ, 2 പുസ്തകങ്ങൾ ഉണ്ടാവും. പക്ഷെ ആകെപ്പാടെ 4-5 ചാപ്റ്റേഴ്സേ കാണത്തുള്ളൂ അതിനകത്ത്, അല്ലെ? 4-5 അധ്യായങ്ങളെ കാണത്തുള്ളൂ. അങ്ങനെ ഓർത്തിരിക്കാം. ആകെ 2 ഷെഡ്യൂൾ, 6 അധ്യായങ്ങൾ, 31 സെക്ഷനുകൾ. ഓക്കെ, ഒന്നുകൂടെ പറയാം. 2005 വിവരാവകാശ നിയമത്തില് എത്ര അധ്യായങ്ങളുണ്ട്? 6 അധ്യായങ്ങൾ. എത്ര ഷെഡ്യൂളുകളുണ്ട്? 2 ഷെഡ്യൂളുകളേ ഉള്ളൂ, അല്ലെ? എത്ര സെക്ഷനുകളുണ്ട്? 31 സെക്ഷനുകളുണ്ട്. ഓക്കെ,
അടുത്തത് വിവരാവകാശ നിയമത്തിലെ 31 സെക്ഷനിലാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 റിപ്പീൽ ചെയ്തതായി പ്രതിപാദിക്കുന്നത്. നമ്മൾ മുകളിൽ പറഞ്ഞല്ലേ. ഓക്കെ. അടുത്തത് വിവരാവകാശ നിയമത്തിൽ 12 മുതൽ 14 വരെയുള്ള സെക്ഷനിൽ പ്രതിപാദിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്നത് 12 മുതൽ 14 വരെയാണ്. ഒന്നുകൂടെ ഓർത്തിരിക്കുക, 12 മുതൽ 17 വരെ എന്ന് പഠിച്ചിരിക്കുക. 12 മുതൽ 17 വരെ. ഇതില് 12 മുതൽ 14 വരെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനും ഇനി 15 മുതൽ 17 വരെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനും. ഓക്കെ, പഠിച്ചല്ലോ. ഒന്നുകൂടെ പറയാം, 12 മുതൽ 17 വരെ എന്ന് ഓർത്തിരിക്കുക. ഇതില് 12 മുതൽ 14 വരെ, 12, 13, 14 കേന്ദ്രം, ഇനി 15, 16, 17 ഏത്? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. അപ്പോൾ വിവരാവകാശ നിയമത്തിൽ 12 മുതൽ 14 വരെയുള്ള സെക്ഷനിൽ പ്രതിപാദിക്കുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റിയാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദ്യം. ശരി ഏത് എന്നാണ്. രണ്ടും ശരിയാണ് അല്ലെ, 1ഉം 2ഉം ശരിയാണ്. നമുക്ക് നോക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കൂടാതെ 10 കമ്മീഷണർ വരെയാകാം. ഓക്കെ, ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ, അത് കൂടാതെ 10 കമ്മീഷണർമാരും ഉണ്ടാകും. അപ്പൊ 10 1 11 പേര്, അംഗസംഖ്യ 10. പരീക്ഷയ്ക്ക് ചോദിക്കാം, കമ്മീഷണറെ കൂടാതെ എത്ര പേര്? 10 പേര്. മൊത്തം എത്ര പേര്? 11 പേര്. ഓക്കെ, ഇത് തന്നെയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെയും ഘടന. അത് നമ്മൾ താഴെ പഠിക്കും, പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അടുത്ത പോയിന്റ്, വിവരാവകാശ കമ്മീഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വിവരാവകാശ കമ്മീഷൻ ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് വിവരാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അടുത്തത്, ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെയും മറ്റ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആരൊക്കെയാണ് ഈ ഒരു സമിതിയിലുള്ളതെന്ന് പഠിക്കാം. ഓക്കെ, മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന സമിതി അംഗങ്ങൾ 3 പേരാണ്. അതില് പ്രധാനമന്ത്രി അധ്യക്ഷൻ, അതുപോലെ തന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ഉണ്ടായിരിക്കും. അതുപോലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവും ഉണ്ടായിരിക്കും. ഇനി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഇല്ലാത്ത പക്ഷം പ്രതിപക്ഷത്തുള്ള ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവ് സമിതി അംഗമാകും. ഇപ്പൊ മൂന്നാമതായിട്ട് ലോക്സഭയില് ഒരു ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഇല്ലെങ്കിൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവില്ലാത്ത പക്ഷം എന്ത് ചെയ്യുന്നു? പ്രതിപക്ഷത്തുള്ള ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവിനെ സമിതി അംഗമാക്കും. ഓക്കെ, അങ്ങനെ 3 പേര്, പ്രധാനമന്ത്രി അധ്യക്ഷൻ, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി, അതുപോലെ ലോക്സഭ പ്രതിപക്ഷ നേതാവ്. ഇങ്ങനെ 3 പേരാണ് വിവരാവകാശ കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങൾ. അപ്പൊ ഈ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ അംഗമല്ലാത്തത്? പ്രധാനമന്ത്രി ഉണ്ടല്ലോ, ഉണ്ട്. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് മന്ത്രി ഉണ്ടല്ലോ, ഉണ്ട്. ലോക്സഭ പ്രതിപക്ഷ നേതാവ് ഉണ്ടോ? ഉണ്ട്. അടുത്തത്, രാജ്യസഭാ ഉപാധ്യക്ഷൻ വേണോ? വേണ്ട. രാജ്യസഭാ ഉപാധ്യക്ഷൻ വരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാര്യത്തിൽ ശരിയായത് ഏതെന്നാണ്. ഓക്കെ, നമുക്ക് വായിക്കാം. MP MLA ആയിരിക്കുന്നവർക്ക് മുഖ്യ വിവരാവകാശ കമ്മീഷണറോ മറ്റ് കമ്മീഷണറോ ആകാൻ സാധിക്കില്ല. ശരിയാണ്. MP MLA ആയാല് അവർക്ക് ഈ ചുമതല വഹിക്കാൻ കഴിയില്ല. അടുത്ത നോക്കാം, ഇനി ആർക്കാ പറ്റുന്നത്? നിയമം, ശാസ്ത്രം, സാമൂഹിക സേവനം, ജേർണലിസം എന്നീ രംഗങ്ങളിലോ ഭരണരംഗങ്ങളിലോ നല്ല പ്രാഗൽഭ്യമുള്ള ആളാകണം. അപ്പൊ ആർക്കാണ് ആകാൻ കഴിയുന്നത്? നിയമം, ശാസ്ത്രം, സാമൂഹ്യ സേവനം, ജേർണലിസം എന്നീ രംഗങ്ങളിലോ ഭരണരംഗങ്ങളിലോ നല്ല പ്രാഗൽഭ്യമുള്ള ആൾക്ക് വിവരാവകാശ കമ്മീഷണറോ അല്ലെങ്കിൽ അതില് അംഗങ്ങളോ ആകാം. ഓക്കെ, അടുത്തത്, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് കമ്മീഷണർമാർ എന്നിവരെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ, മുഖ്യ കമ്മീഷണർ, മറ്റംഗങ്ങൾ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാഷ്ട്രപതിയുടെ മുന്നിലാണ്. ഓക്കെ, അപ്പോൾ നിയമിക്കുന്നത് രാഷ്ട്രപതി, സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാഷ്ട്രപതിയുടെ മുന്നിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ മറ്റ് കമ്മീഷണർമാരുടെ കാലാവധി സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത്? ഇവരുടെ കാലാവധി. ഓക്കെ, നമുക്ക് നോക്കാം.
ഒന്നും മൂന്നുമാണ് ശരി. 65 വയസ്സിൽ കൂടുതൽ തൽസ്ഥാനത്ത് ഇരിക്കാൻ സാധിക്കില്ല. 65 വയസ്സിൽ കൂടുതൽ ഇരിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പരമാവധി 3 വർഷം. നമുക്കറിയാം 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് അല്ലേ? ഇനി നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. 2019 വിവരാവകാശ നിയമത്തിലെ ഭേദഗതി പ്രകാരം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, ഓർക്കുക കേന്ദ്ര സംസ്ഥാനമാണ്, കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയിൽ മാറ്റം വരുത്തി. എങ്ങനെയാണ് മാറ്റം വരുത്തിയത്? 2019 ഭേദഗതി പ്രകാരം വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് കമ്മീഷണറുടെയും കാലാവധി നിശ്ചയിക്കുന്നതിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് ലഭിക്കുന്നു. അതിൽ പ്രകാരം നിലവിൽ അത് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സുവരെ, അതിലേതാണോ ആദ്യം അതുവരെയാണ്. കേന്ദ്ര സർക്കാരാണ് കാലാവധി നിർണ്ണയിക്കുന്നത്. അതെങ്ങനെയാണ്? അതിൽ പ്രകാരം 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സുവരെ, ഇതിലേതാണോ ആദ്യം വരുന്നത് അതുവരെയാണ് കാലാവധി. അങ്ങനെയാണ് നമ്മുടെ ഉത്തരം എങ്ങനെ വന്നത്? 1ഉം 3ഉം ശരിയായത് അല്ലെ? 65 വയസ്സിൽ കൂടുതൽ തൽസ്ഥാനത്ത് ഇരിക്കാൻ കഴിയില്ല, ശരിയാണ്. അതുപോലെ പരമാവധി 3 വർഷമാണ് കാലാവധി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഉത്തരം എല്ലാം ശരിയാണ്. എല്ലാം ശരിയായതുകൊണ്ട് നമുക്ക് വായിക്കാം. മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും വീണ്ടും തൽസ്ഥാനത്ത് നിയമിക്കപ്പെടാൻ യോഗ്യരല്ല. വീണ്ടും അവര് തൽസ്ഥാനത്ത് നിയമിക്കപ്പെടാൻ യോഗ്യരല്ല. എന്നാൽ വിവരാവകാശ കമ്മീഷണർമാർക്ക് കേന്ദ്രത്തിലെയോ സംസ്ഥാനത്തിലെയോ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരാകാൻ യോഗ്യതയുണ്ട്. ഇതിൽ കമ്മീഷണർമാരുണ്ടല്ലേ, അവർക്ക് കേന്ദ്രത്തിലെയോ സംസ്ഥാനത്തിലെയോ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകാനുള്ള യോഗ്യതയുണ്ട്. ആർക്ക്? വല്ല കമ്മീഷണർമാർക്ക്. ഓക്കെ, അടുത്തത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് വിവരാവകാശ കമ്മീഷണർമാർ എന്നിവർക്ക് കാലാവധിക്ക് ശേഷം കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ മറ്റ് പദവികൾ വഹിക്കുന്നതിനും തടസ്സമില്ല. ഓക്കെ, ഓർത്തിരിക്കുക, തടസ്സമില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. നമ്മൾ മുൻപ് പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു പഠിച്ചത്? അവർക്ക് പിന്നീട് ഒരു പദവിയും വഹിക്കാൻ അവർ അർഹരല്ല എന്നായിരുന്നു. എന്നാൽ നിലവിലെ ഭേദഗതിക്ക് ശേഷം 2019 ഭേദഗതിക്ക് ശേഷം എന്താണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് വിവരാവകാശ കമ്മീഷണർമാർ എന്നിവർക്ക് കാലാവധിക്ക് ശേഷം എന്താണ്? കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ മറ്റ് പദവികൾ വഹിക്കുന്നതിന് തടസ്സമില്ല. ഒപ്പം തന്നെ ഓർത്തിരിക്കുക, വിവരാവകാശ കമ്മീഷണർമാർക്ക് കേന്ദ്രത്തിലെയോ സംസ്ഥാനത്തെയോ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലായോ പറഞ്ഞത്? അതായത് ഈ വിവരാവകാശ കമ്മീഷണർമാർ, അവർക്ക് പിന്നീട് എന്താ? കേന്ദ്രത്തിലെയോ സംസ്ഥാനത്തെയോ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരാകാനുള്ള യോഗ്യതയുണ്ട്. ഓക്കെ, മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും വീണ്ടും തലസ്ഥാനത്ത് നിയമിക്കപ്പെടാൻ യോഗ്യതയില്ല. അതേ സ്ഥാനത്ത് തന്നെ അവരെ നിയമിക്കത്തില്ല, അതേ ആ ഒരു പൊസിഷനിൽ തന്നെ നിയമിക്കത്തില്ല. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് തെറ്റെന്നാണ്? ഇത് രണ്ടും തെറ്റാണ്. അപ്പൊ നമുക്കത് വായിക്കേണ്ട യാതൊരു കാര്യമില്ല അല്ലെ? അപ്പൊ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. 2005 വിവരാവകാശ നിയമം നിലവിൽ വരുമ്പോൾ മേൽ സൂചിപ്പിച്ച 2 പ്രസ്താവനകളും തെറ്റായിരുന്നു. എന്താ തെറ്റിയെന്നുള്ള കാര്യം പറയാം. ഓക്കെ, 2019 ഭേദഗതി പ്രകാരം അതിൽ മാറ്റമുണ്ടായി. എന്തിലാണ് മാറ്റമുണ്ടായതെന്ന് നമുക്ക് പറയാം. നിലവിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം 2,50,000 രൂപയാണ്. ഇവിടെ എന്തിനാണ് പറയുന്നത് നമുക്ക് മനസ്സിലാവും. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം 2,50,000 രൂപയാണ്. ഇത് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ശമ്പളത്തിന് തുല്യമാണ്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ശമ്പളത്തിന് തുല്യമാണ്. അതേ റാങ്ക് ആണ് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയുടെ അതേ റാങ്ക്. അപ്പോൾ അതേ ശമ്പളം എത്രയാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണർ കാര്യമാണ് പറയുന്നത്, 2,50,000. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മറ്റ് കമ്മീഷണർമാരുടെ ശമ്പളം എത്രയാണ്? ബാക്കി 10 പേരുണ്ടല്ലോ, അവരുടെ ശമ്പളം 2,25,000 രൂപയാണ്. അതായത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ, അദ്ദേഹത്തിന്റെ ശമ്പളം 2,50,000 രൂപ. ഇനി ബാക്കിയുള്ളവരുടെ കമ്മീഷൻ അംഗങ്ങളുടെ 2,25,000 രൂപയാണ്. അതായത് ഈ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തത്തുല്യമാണ് മറ്റ് വിവരാവകാശ കമ്മീഷണർമാർ. എന്ന് പറഞ്ഞാൽ ഇതേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, അവരുടെ അതേ സ്കെയിൽ ഓഫ് പേ ആണ് ഇവർക്കും ഉള്ളത്. ആർക്ക്? ഈ ബാക്കി വരുന്ന 10 കമ്മീഷണർമാർക്ക്, അതായത് 2,25,000 രൂപ. ഇനി എന്താണ് ആ ചോദ്യത്തിലുള്ള 2 എണ്ണം തെറ്റിപ്പോയത്? ഈ 2 പ്രസ്താവന തെറ്റെന്ന് പറയാൻ കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ? ഈ പുതിയ ഭേദഗതി പ്രകാരം എന്താണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് അത് 2,50,000 രൂപയാണ് ശമ്പളം. അതുപോലെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ശമ്പളത്തിന് തുല്യമാണെന്ന് പറയുന്നു, കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിക്ക്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ പ്രസ്താവനകൾ തെറ്റിപ്പോയെന്ന്. ആദ്യത്തെ പ്രസ്താവന എങ്ങനെയായിരുന്നു? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ
കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് തുല്യമാണ്. ഇത് ഈ 2019 ഭേദഗതി വരുന്നതിന് തൊട്ട് മുന്നേ ആയിരുന്നെങ്കിൽ ശരിയായിരുന്നു. 2005 നിയമത്തിലെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് തുല്യനാണോ? അല്ല. ആർക്ക് തുല്യനാണ്? കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിക്ക് അല്ലേ തുല്യൻ? ഓക്കെ, അപ്പൊ ആ പ്രസ്ഥാനം തെറ്റല്ലേ? അടുത്ത പ്രസ്ഥാനം നോക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മറ്റ് കമ്മീഷണർമാർ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മറ്റ് കമ്മീഷണർമാർക്ക് തുല്യരാണ്. ആണോ? അല്ല. ഓക്കെ, അതുകൊണ്ടാണ് രണ്ട് പ്രസ്ഥാനവും തെറ്റിപ്പോയത്. എന്നാൽ 2005 വിവരാവകാശ നിയമം നിലവിൽ വരുമ്പോൾ മേൽ സൂചിപ്പിച്ച രണ്ട് പ്രസ്താവനകളും ശരിയായിരുന്നു. എന്നാൽ 2019 ഭേദഗതിയിൽ ഇതിൽ മാറ്റമുണ്ടായ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നവയിൽ വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ്. രണ്ടും ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സ്വതന്ത്ര ചുമതലയുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ഇനി രണ്ടാമത്തെ പ്രസ്താവന, വിവരാവകാശ കമ്മീഷൻ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയും കൂടിയാണ്. അതുപോലെ തന്നെ സ്വതന്ത്ര ചുമതലയുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും കൂടെയാണ്. ഒന്നുകൂടെ, ഒരു സ്വതന്ത്ര ചുമതലയുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അതുപോലെ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ഇനി നോക്കാം. വിവരാവകാശ കമ്മീഷന് പരാതികളുടെ അടിസ്ഥാനത്തിൽ കക്ഷികളെ വിളിച്ചു വരുത്തുവാനും അതുപോലെ കാരണം തേടാനും ഒരു സിവിൽ കോടതിക്കുള്ള പോലെ എല്ലാ അധികാരങ്ങളും ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രസ്താവന മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുമുണ്ട് അല്ലെ? ഓർത്തിരിക്കുക. ഒന്നുകൂടെ പറയാം. വിവരാവകാശ കമ്മീഷന് പരാതികളുടെ അടിസ്ഥാനത്തിൽ കക്ഷികളെ വിളിച്ചു വരുത്തുവാനും കാരണം തേടാനും ഒരു സിവിൽ കോടതിക്കുള്ള പോലെ എല്ലാ അധികാരങ്ങളും ഉണ്ട്. ഓക്കെ, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അതുപോലെ തന്നെ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് എന്നതും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് കമ്മീഷണർമാർ എന്നിവരെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ് അല്ലെ? രാഷ്ട്രപതിക്ക് തന്നെയാണ്. കാര്യപ്രാപ്തി ഇല്ലായ്മ, ശാരീരികമോ മാനസികമോ ഉള്ള ആരോഗ്യക്കുറവ് എന്നിവയുടെ അടിസ്ഥാനത്തിലോ പെരുമാറ്റ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിലോ സുപ്രീം കോടതിയുടെ നിരീക്ഷണ പ്രകാരം രാഷ്ട്രപതിക്ക് ഇവരെ നീക്കം ചെയ്യാവുന്നതാണ്. സുപ്രീം കോടതി നിരീക്ഷിക്കും. അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ രാഷ്ട്രപതിക്ക് ഇവരെ നീക്കം ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് കാരണങ്ങൾ? കാര്യപ്രാപ്തി ഇല്ലായ്മ, ശാരീരികമോ മാനസികവുമായ ആരോഗ്യക്കുറവ്, അതുപോലെ പെരുമാറ്റ ദൂഷ്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഒരു നിരീക്ഷണം നടത്തും. അതിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞാൽ രാഷ്ട്രപതിക്ക് ഇവരെ നീക്കം ചെയ്യാവുന്നതാണ്. അടുത്തത്, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. പ്രസിഡന്റിനാണെന്ന് പറയരുത്. ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റിനാണ് വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. സംസ്ഥാനത്തിൽ വരുമ്പോൾ സംസ്ഥാന സർക്കാരിനാണ് സമർപ്പിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കുന്ന റിപ്പോർട്ട് പാർലമെന്റിന് കൈമാറുന്നു. ഓക്കെ, പാർലമെന്റിന്റെ ഇരു സഭകളിലേക്കും കൈമാറുന്നു. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിൽ 15 മുതൽ 17 വരെയുള്ള സെക്ഷനിൽ പ്രതിപാദിക്കുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ പറ്റിയാണ് അല്ലെ? ഞാൻ പറഞ്ഞു 12 മുതൽ 17 വരെയാണ് മൊത്തം. ഇതിൽ 12 മുതൽ 14 വരെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനും 15 മുതൽ 17 വരെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമാണെന്ന് ഓർത്തിരിക്കുക. 15 മുതൽ 17 വരെയുള്ള സെക്ഷൻ ഏതാണ്? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഒന്നുകൂടെ ചോദ്യം ചോദിക്കട്ടെ. എത്ര ഷെഡ്യൂളുകളുണ്ട്? 2 ഷെഡ്യൂളുകൾ അല്ലെ? എത്ര അധ്യായങ്ങളുണ്ട്? 6 അധ്യായങ്ങൾ. ഇനി എത്ര സെക്ഷനുകളുണ്ട്? 31 സെക്ഷനുകൾ. 31 സെക്ഷനുകളാണ് കൂടുതൽ. അതുകൊണ്ട് ആ സെക്ഷൻ 31 സെക്ഷൻ ആയതുകൊണ്ടാണല്ലോ നമ്മൾ ഈ 14 മുതൽ 17 വരെ എന്ന് പറഞ്ഞത് അല്ലെ? അതിൽ 12 മുതൽ 17 വരെ എന്ന് പറഞ്ഞത്. ഇതിൽ 12 മുതൽ 14 വരെ കേന്ദ്രവും 15 മുതൽ 17 വരെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ പറ്റിയും പ്രതിപാദിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് 2005 ഡിസംബർ 19. 2005 ഡിസംബർ 19 എന്ത്? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2005 ഡിസംബർ 19 പ്രസ്താവനയിൽ കയറി വരും. 2005 ഡിസംബർ 19 LGS പരീക്ഷയ്ക്കാണെങ്കിൽ ഡയറക്റ്റ് ചോദിക്കും. മറ്റു പരീക്ഷകൾക്കാണെങ്കിൽ പ്രസ്താവനയിൽ കടന്നു വരും. ഓക്കെ, സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് കമ്മീഷണർമാർ ഉൾപ്പെടെ പരമാവധി എത്ര അംഗങ്ങൾ? 11 പേര്. മറ്റിടത്തും അതുപോലെ തന്നെയായിരുന്നു. ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ, അതുപോലെ തന്നെ 10 കവിയാത്ത മറ്റ് കമ്മീഷണർമാര്. ഇവിടെ അങ്ങനെയാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റ് കമ്മീഷണർമാർ ഉൾപ്പെടെ എത്ര പേര്? 11 പേര്. പരമാവധി 11 പേരെ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തത്, സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് കമ്മീഷണർമാർ എന്നിവരെ നിയമിക്കുന്നത് ആരാണ്? നിയമിക്കുന്നത് ഗവർണറാണ്. ആരാണ്? ഗവർണറാണ് സംസ്ഥാനങ്ങളിൽ നിയമിക്കുന്നത്. ദേശീയ തലത്തിലോ പ്രസിഡന്റ് ആണ് അല്ലെ? അടുത്തത്,
സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രി. ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിയാകുമ്പോൾ സംസ്ഥാന തലത്തിൽ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്, അല്ലെ? മുഖ്യമന്ത്രി. ഇനി ഈ സമിതിയിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ, മറ്റംഗങ്ങൾ എന്നിവർ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ 3 അംഗങ്ങളാണുള്ളത്, അല്ലെ? 3 അംഗങ്ങൾ. അത് ആരൊക്കെയാണ്? മുഖ്യമന്ത്രി അധ്യക്ഷനായിരിക്കും. മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മന്ത്രിസഭയിലെ ഒരംഗം, ഒരു മന്ത്രി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ ദേശീയ തലത്തിൽ തൊട്ടുമുകളിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, അല്ലെ? ഇവിടെ പ്രധാനമന്ത്രിക്ക് പോലെ ആര് വന്നു അധ്യക്ഷനായിട്ട്? മുഖ്യമന്ത്രി വന്നു. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി, ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് പകരം ഇവിടെ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മന്ത്രിസഭയിലെ ഒരു അംഗം വരും. അതുപോലെ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് വരെ ഇവിടെ ആര് വരുന്നു? നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് വരുന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം. സംസ്ഥാന തലത്തില് മുഖ്യമന്ത്രി അധ്യക്ഷൻ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു അംഗം, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും വരും. അങ്ങനെ 3 പേരാണ് സംസ്ഥാന തലത്തിലെ അംഗങ്ങളായിട്ടുള്ളത്. അടുത്ത ചോദ്യം, സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ അതുപോലെ മറ്റ് കമ്മീഷണർമാരുടെ കാലാവധി 65 വയസ്സ് അല്ലെങ്കിൽ 3 വർഷം. ഇതിൽ ഏതാണോ ആദ്യം അതുവരെ. ദേശീയ തലത്തിലെ പോലെ തന്നെയാണ്, അല്ലെ? 65 വയസ്സ് അല്ലെങ്കിൽ 3 വർഷം. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതുവരെയാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ മറ്റംഗങ്ങൾ എന്നിവരെ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ഗവർണർക്കാണ്. നിയമിക്കുന്നത് അതുപോലെ തന്നെ നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ്? ഗവർണർ തന്നെയാണ്. അടുത്ത ചോദ്യം എന്താണ്? സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ മറ്റ് കമ്മീഷണർമാർ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇവര് സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ഗവർണർക്ക് മുന്നിലാണ്. ആർക്ക് മുന്നിലാണ്? ഗവർണർക്ക് മുന്നിലാണ്. ദേശീയ തലത്തിൽ പ്രസിഡന്റ് മുന്നിലാണെങ്കിൽ സംസ്ഥാന തലത്തിൽ വരുമ്പോഴോ ഗവർണർക്ക് മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അടുത്തത്, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിനാണ്. ഞാൻ മേളിൽ പറഞ്ഞല്ലേ, കേന്ദ്ര ഗവൺമെന്റാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതെങ്കിൽ സംസ്ഥാന തലത്തിൽ വരുമ്പോഴോ സംസ്ഥാന ഗവൺമെന്റിനാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2005 വിവരാവകാശ നിയമത്തിൽ പബ്ലിക് അതോറിറ്റി എന്നതിന് നൽകിയിരിക്കുന്ന നിർവചന പ്രകാരം ശരിയായ പ്രസ്താവന ഏതാണ്? പബ്ലിക് അതോറിറ്റി എന്നതിന് നൽകിയിരിക്കുന്ന നിർവചന പ്രകാരം ശരിയായത് ഏതാണെന്നാണ് ചോദ്യം. ഭരണഘടനാ പ്രകാരം പാർലമെന്റ് നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട എല്ലാ അധികാര സ്ഥാപനങ്ങളും പബ്ലിക് അതോറിറ്റിയിൽ പെടും. ഭരണഘടന പ്രകാരം പാർലമെന്റ് നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട എല്ലാ അധികാര സ്ഥാപനങ്ങളും ഇതിൽ പെടും. അതുപോലെ സംസ്ഥാന നിയമസഭകളുടെ നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള അധികാര സ്ഥാപനങ്ങൾ പെടും. ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്നതും സാമ്പത്തിക സഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങളും ഇതിൽ പെടും. ഓക്കെ, അതുപോലെ ഗവൺമെന്റിന്റെ ഫണ്ട് ലഭ്യമാകുന്ന NGOകളും പെടും. ഓക്കെ, 4 എണ്ണം, അല്ലേ? ഒന്നുകൂടെ പറയാം. ഭരണഘടന പ്രകാരം പാർലമെന്റ് നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട എല്ലാ അധികാര സ്ഥാപനങ്ങളും. ഇനി രണ്ടാമത്തേത്, സംസ്ഥാന നിയമസഭകളുടെ നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള അധികാര സ്ഥാപനങ്ങൾ. മൂന്നാമത്തെ എന്താണ്? ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്നതും സാമ്പത്തിക സഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ. നാലാമത്തെ, ഗവൺമെന്റിന്റെ ഫണ്ട് ലഭ്യമാകുന്ന NGOകൾ. ഓക്കെ, ഇവരെയാണ് എന്ത്? പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്നത്, അല്ലേ? ഇനി വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 2H-ലാണ് പബ്ലിക് അതോറിറ്റിയെ നിർവചിച്ചിരിക്കുന്നത്. ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു, വിവരാവകാശ നിയമത്തിലെ ഏത് സെക്ഷനിലാണ് പബ്ലിക് അതോറിറ്റി എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നതെന്ന്. 2H. ഏതാണ്? സെക്ഷൻ 2H-ലാണ് പബ്ലിക് അതോറിറ്റിയെ നിർവചിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭ്യമാക്കാൻ സാധ്യമല്ലാത്തത് അപ്പൊ ഏതൊക്കെ കാര്യത്തിലാണ് ആ വിവരം ലഭ്യമാക്കാൻ സാധ്യമല്ലാത്തതെന്നുള്ളത് പഠിച്ചിരിക്കണം. സാധ്യമല്ലാത്തത് രാജ്യസുരക്ഷ, അഖണ്ഡത എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. രാജ്യസുരക്ഷ, അഖണ്ഡത എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതല്ല. ഓക്കെ, അടുത്തത് ഇത് പ്രകാരം നമുക്ക് കാര്യങ്ങൾ താഴോട്ട് പഠിക്കാം. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭ്യമാകാത്തത് ഏതൊക്കെയാണെന്ന് നോക്കാം. വിവരം ലഭ്യമാകാത്തത് രാജ്യസുരക്ഷ, അഖണ്ഡത ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ നമ്മൾ മേളിൽ പറഞ്ഞു, അതിന്റെ വിവരം കിട്ടത്തില്ല. അതുപോലെ ഇന്റലിജൻസ്, രാജ്യസുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവരാവകാശ നിയമത്തിലെ 2-ാം ഷെഡ്യൂളിൽ പ്രതിപാദിക്കുന്ന സംവിധാനങ്ങളുടെ വിവരങ്ങൾ. ആകെ എത്ര ഷെഡ്യൂളുകൾ ഉണ്ടെന്ന് പറഞ്ഞു? 2 ഷെഡ്യൂള്. ഇതില് ഇന്റലിജൻസ്, രാജ്യസുരക്ഷ എന്നിവയെ ബന്ധപ്പെട്ടിരിക്കുന്നത് 2-ാം ഷെഡ്യൂളുമാണ്. 2-ാം ഷെഡ്യൂളിൽ പറയുന്ന ഇന്റലിജൻസ്, രാജ്യസുരക്ഷ ഈ വിവരങ്ങളും ലഭിക്കില്ല. അതുപോലെ താഴെ നോക്കാം. 2005 വിവരാവകാശ നിയമത്തിലെ വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 8-ലാണ്, അഥവാ സെക്ഷൻ 8(1)ലാണ്. അതായത് 2005 വിവരാവകാശ നിയമത്തിലെ വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 8(1)ലാണ്.
ഓക്കെ, 8.1 സെക്ഷൻ ആണ്, സെക്ഷൻ 8.1. ഇനി ഇന്റലിജൻസ് സെക്യൂരിറ്റീസ് ഏജൻസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് സെക്ഷൻ 24 ഇനി എടുത്തു ചോദിക്കുകയാണെങ്കിൽ ഇന്റലിജൻസ് സെക്യൂരിറ്റീസ് ഏജൻസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 24. പൊതുവായി ഒഴിവാക്കപ്പെട്ട വിവരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 8.1 എന്ന് ഓർത്തിരിക്കണം. സെക്ഷൻ 8.1 അതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്, 8.1. ഇനി ഇന്റലിജൻസ് സെക്യൂരിറ്റീസ് ഏജൻസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 24 എന്ന് പറയണം. ഇനി വിവരാവകാശ നിയമത്തിൽ 2 ഷെഡ്യൂളുകളാണ് ഉള്ളത് അല്ലെ. ഓക്കെ, അതിലെ 2ാം ഷെഡ്യൂളിൽ ഇന്റലിജൻസ് സെക്യൂരിറ്റി ഏജൻസികൾ ഏതെന്ന് വ്യക്തമാക്കുന്നു. ഏതൊക്കെയാണ് സെക്യൂരിറ്റി ഏജൻസികൾ, ഏതൊക്കെയാണ് ഇന്റലിജൻസ് ഏജൻസികൾ എന്ന് ഈ 2ാം ഷെഡ്യൂളിലാണ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഇന്റലിജൻസ് സെക്യൂരിറ്റീസ് ഏജൻസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് സെക്ഷൻ 24 അതുപോലെ തന്നെ 2ാം ഷെഡ്യൂളിലാണ്. തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇന്റലിജൻസ് സെക്യൂരിറ്റീസ് ഏജൻസികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് ഏതിലാണ്? സെക്ഷൻ 24 2ാമത്തെ ഷെഡ്യൂളിലുമാണെന്ന് ഓർത്തിരിക്കുക. ഇനി പൊതുവായി ഒഴിവാക്കപ്പെട്ട വിവരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 8.1 ഓക്കെ. അടുത്ത ചോദ്യം, 2005 വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷനെയും പൗരനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നാണ്. ഇതാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നാണ്. ഓക്കെ, കേന്ദ്ര സംസ്ഥാന സർവീസിലുള്ള അതാത് ഓഫീസുകളിലെ പ്രധാന ഉദ്യോഗസ്ഥനായിരിക്കും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നറിയപ്പെടുന്നത്. എല്ലാ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും ഇനി സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലും പോയാൽ അവിടെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കും അല്ലെ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടായിരിക്കും. നമുക്ക് താഴോട്ട് നോക്കാം. വിവരാവകാശവുമായി ബന്ധപ്പെട്ട അപേക്ഷ പൗരൻ സമർപ്പിക്കുന്നത് ഈ ഓഫീസർക്ക് മുന്നിലാണ്. ആരുടെ മുമ്പിലാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് മുന്നിലാണ് അല്ലെ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അഥവാ PIOയുടെ അഭാവത്തിൽ ഈ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഇദ്ദേഹം അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും ഉണ്ടായിരിക്കും. ഇനി കേന്ദ്ര സർക്കാർ സംവിധാനവുമായി ബന്ധപ്പെട്ടും സംസ്ഥാന സർക്കാർ സംവിധാനവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ PIO, APIO അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നീ ഉദ്യോഗസ്ഥരുണ്ടാകും. ഇനി PIO, APIO എന്നത് പ്രത്യേക തസ്തികയല്ല, മറിച്ച് ഉദ്യോഗസ്ഥരുടെ അധിക ചുമതലയാണ്. അതായത് അതാത് ഓഫീസുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായിട്ടും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായിട്ടും നിയമിക്കുന്നത്. ഇപ്പൊ കേന്ദ്ര സർക്കാർ സ്ഥാപനമാണെങ്കിൽ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ ഇതായിട്ട് നിയമിക്കും. ഇനി സംസ്ഥാന സർക്കാർ സ്ഥാപനമാണെങ്കിലോ അവിടെയും അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ അധിക ചുമതല കൊടുത്തിട്ട് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായിട്ടോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായിട്ടോ നിയമിക്കും. അല്ലാതെ അതൊരു ഔദ്യോഗിക പദവിയൊന്നുമല്ല. ഓക്കെ, ഇനി വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷാ ഫീസ് 10 രൂപയാണ്. എത്ര രൂപയാണ്? 10 രൂപയാണ്. നമുക്കറിയാവുന്ന കാര്യം 10 രൂപയാണ് അല്ലെ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷാ ഫീസ് കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന വിഭാഗം ഓപ്ഷൻ കണ്ടോ? വിമുക്ത ഭടന്മാർ, വിധവകൾ, സീനിയർ സിറ്റിസൺ, BPL വിഭാഗത്തിൽപ്പെട്ടവരാണ്. BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് എന്താണ്? അപേക്ഷാ ഫീസ് ഇല്ല. പട്ടികജാതി പട്ടികവർഗക്കാർ എന്നിങ്ങനെയുള്ള തരംതിരിവുകൾ ഇവിടെ പറയുന്നില്ല. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. പട്ടികജാതി പട്ടികവർഗക്കാർ എന്നിങ്ങനെയുള്ള തരംതിരിവുകൾ ഇവിടെ പറയുന്നില്ല. പൊതുവായി BPL വിഭാഗം അതായത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ എന്നാണ് പ്രതിപാദിക്കുന്നത്. അതായത് BPL വിഭാഗത്തിൽ പെട്ടവർക്ക്, അതായത് അതിൽ ഇവരും പെടും. അപ്പോൾ BPL വിഭാഗത്തിൽപ്പെട്ടവർ എന്നാണ് പറയുന്നത്. അല്ലാതെ പട്ടികജാതി പട്ടികവർഗക്കാരെന്ന് ഓപ്ഷനിൽ കണ്ടാൽ തെറ്റാണ്. BPL വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവർക്കും എന്താണ്? അപേക്ഷാ ഫീസ് ഇല്ല. അപേക്ഷാ ഫീസ് എത്ര രൂപയാണ്? 10 രൂപ. ഈ 10 രൂപ അവർക്ക് കൊടുക്കണ്ട. ഇനി അടുത്ത ചോദ്യം, സാധാരണഗതിയിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി മറുപടി ലഭിക്കേണ്ട കാലാവധി 30 ദിവസമാണ്. 30 ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മറുപടി കൊടുത്തിരിക്കണം. ഇനി അപേക്ഷയ്ക്ക് മറുപടി നൽകേണ്ട സമയപരിധിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 7 സെക്ഷൻ 7 അപേക്ഷയ്ക്ക് മറുപടി നൽകേണ്ട സമയത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 7. സെക്ഷൻ 8 എന്താണ് പറയുന്നത്? ഇതൊന്ന് ഒഴിവാക്കപ്പെട്ട കാര്യങ്ങൾ അല്ലെ, വിവരം നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 8 പറയുന്നത്. സെക്ഷൻ 7 എന്താണ്? അപേക്ഷയ്ക്ക് മറുപടി നൽകേണ്ട സമയപരിധിയെ കുറിച്ചാണ് സെക്ഷൻ 7 പറയുന്നത്. ഇനി വിവരാവകാശ നിയമപ്രകാരം അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ നൽകിയെങ്കിൽ മറുപടി ലഭിക്കേണ്ട കാലാവധി 35 ദിവസമാണ്. 35 ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കണം. ഇനി 30 ദിവസത്തിനുള്ളിൽ ആറ് മറുപടി കൊടുക്കണം? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്
അപേക്ഷ കൊടുത്തെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ 30 ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കണം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിലോ 35 ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കണം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നിങ്ങനെ ചോദ്യങ്ങളിലെ വ്യത്യാസങ്ങൾക്കനുസരിച്ചുള്ള ഉത്തരങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് പറഞ്ഞത്. PIO പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ അദ്ദേഹം മറുപടി കൊടുക്കണം. ഇനി APIOക്കാണെങ്കിലോ 35 ദിവസം. അസിസ്റ്റന്റ് പബ്ലിക് കമ്മീഷണർ ആണെങ്കിൽ അദ്ദേഹം 35 ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കണം. ഓക്കെ. ഇനി വിവരാവകാശ നിയമപ്രകാരം വ്യക്തിയുടെ ജീവനോ സ്വത്തിനോ ദോഷം സംഭവിക്കത്തക്ക വിധത്തിലുള്ള അടിയന്തര സ്വഭാവത്തോടു കൂടിയ അപേക്ഷയിൽ മറുപടി ലഭിക്കേണ്ട സമയം 48 മണിക്കൂർ. അതായത് വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവനോ സ്വത്തിനോ ഭീഷണിയുണ്ട്, അല്ലെ? ജീവനോ സ്വത്തിനോ ഭീഷണിയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അടിയന്തര സ്വഭാവത്തോടു കൂടിയ അപേക്ഷയ്ക്ക് മേല് മറുപടി 48 മണിക്കൂറിനുള്ളിൽ തന്നെ കൊടുത്തിരിക്കണം. എത്ര മണിക്കൂർ? 48 മണിക്കൂർ. ഓക്കെ. അടുത്തത്, വിവരാവകാശ നിയമപ്രകാരം മറുപടി ലഭിക്കേണ്ട ദിവസം കഴിഞ്ഞുള്ള ഓരോ ദിവസത്തിനും ഉദ്യോഗസ്ഥനിൽ നിന്ന് ഈടാക്കാവുന്ന പിഴയാണ് 250 രൂപ. അതായത് ഈ PIO ആണെങ്കിൽ 30 ദിവസത്തിനകത്ത് വിവരം കൊടുത്തില്ല, ഇനി APIO ആണെങ്കിലോ അദ്ദേഹം 35 ദിവസത്തിനകത്ത് വിവരം കൊടുത്തില്ല, ശേഷമുള്ള ഓരോ ദിവസവും 250 രൂപ വീതം പിഴ ഈടാക്കി നിന്ന്, അല്ലേ? ഇപ്രകാരം പിഴ ഈടാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 20-ലാണ്. സെക്ഷൻ 20-ലാണ് ഈ പ്രകാരമുള്ള പിഴ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 20-ലാണ് പറയുന്നത്. നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്ന പ്രധാന സെക്ഷൻസ് എല്ലാവരും ഓർത്തിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻസ് മാത്രമേ ഈ ക്ലാസ്സിൽ പറയുന്നുള്ളൂ. അതേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടേ ഉള്ളൂ, തുടർന്ന് ചോദിക്കുകയും ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പോൾ സെക്ഷൻ 20 പ്രകാരമാണെന്ത് ഈ പിഴ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഓരോ ദിവസവും ഈ നിശ്ചിത സമയത്തിനുള്ളിൽ വിവരം നൽകിയില്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ 250 രൂപ വെച്ച് പിഴ കൊടുക്കണം. ഇത് പറയുന്ന സെക്ഷനാണ് എന്ത്? സെക്ഷൻ 20. ഈ 250ന്റെ 5 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 20 ആണെന്ന് കിട്ടും, അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിവരാവകാശ നിയമപ്രകാരം ലഭിക്കേണ്ട മറുപടി യഥാക്രമം ലഭ്യമാക്കാതിരുന്നാൽ ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കുന്ന ഏറ്റവും കുറഞ്ഞതും പരമാവധിയുമായ പിഴ എത്രയാണ്? 250 മുതൽ 25,000 രൂപ വരെ. അങ്ങനെ 250 തുടങ്ങി കൂടിപ്പോയി കുറെ നാൾ കഴിയുമ്പോൾ എന്താവും? 25,000 രൂപ വരെ ആവും, അല്ലെ? 250 മുതൽ 25,000 രൂപ വരെ ഈ പിഴ നീണ്ടുപോകും. ഇനി 2005 വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിന്മേൽ പരാതി ഉണ്ടെങ്കിൽ എത്ര ദിവസത്തിനകം ഒന്നാം അപ്പീൽ നൽകേണ്ടതാണ്? ഈ ഒരു മറുപടി ലഭിച്ചു, മറുപടിയിൽ തൃപ്തനൊന്നുമല്ല എങ്കിൽ നിങ്ങൾക്ക് അപ്പീലിന് പോകാം, അല്ലെ? നമുക്ക് അപ്പീലിന് പോകാം. അങ്ങനെ ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടത് വിവരം ലഭിച്ചതിന് ശേഷം 30 ദിവസത്തിനകം എന്താണ്? അപ്പീലിന് പോയിരിക്കണം. പിന്നീട് പോയാൽ കിട്ടത്തില്ല. 30 ദിവസം, അല്ലെ? അടുത്തത്, വിവരാവകാശ നിയമപ്രകാരം മറുപടിയിന്മേൽ തൃപ്തിക്കുറവ് അല്ലെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ പൗരന് അതിന്മേൽ ഒന്നാം അപ്പീൽ, അതിലും തൃപ്തനല്ലെങ്കിൽ രണ്ടാം അപ്പീൽ, ഓക്കെ, അതിലും തൃപ്തനല്ലെങ്കിൽ രണ്ടാം അപ്പീൽ അല്ലെങ്കിൽ ദ്വിതല അപ്പീൽ സംവിധാനം ലഭിക്കുന്നു. ഓക്കെ. ഒന്നാം അപ്പീലിൽ 30 ദിവസത്തിനുള്ളിൽ ഒന്നാം അപ്പീൽ കൊടുത്തു, അതിലും തൃപ്തി അല്ലെങ്കിൽ എന്താ? രണ്ടാം അപ്പീലിന് പോകാം, അല്ലെ? രണ്ടാം അപ്പീലിന് പോകാം. ഒന്നാം അപ്പീൽ പ്രകാരമുള്ള പരാതി കൈകാര്യം ചെയ്യേണ്ടത് PIOയെക്കാളും ഉയർന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു. അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെക്കാളും ഉയർന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം ഇനി അപ്പീൽ വന്നാൽ ഒന്നാം അപ്പീൽ പ്രകാരമുള്ള പരാതി കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഓർത്തിരിക്കുക. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 19(1)ലാണ് ഒന്നാം അപ്പീലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 19(1)ലാണ് എന്ത്? ഒന്നാം അപ്പീലിനെ കുറിച്ച് പറയുന്നത്. ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ട എത്ര ദിവസത്തിനുള്ളിലാണ്? മറുപടി ലഭിച്ചു കഴിഞ്ഞിട്ട് 30 ദിവസത്തിനുള്ളിലാണ്. ഇത് അന്വേഷിക്കേണ്ട PIO ആണോ? അല്ല. ഈ അപ്പീൽ പ്രകാരമുള്ളത് PIOയെക്കാളും ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കേണ്ടത്. ഇനി വിവരാവകാശ മറുപടിയിന്മേലുള്ള ഒന്നാം അപ്പീൽ സ്വീകരിച്ച് സാധാരണഗതിയിൽ എത്ര ദിവസത്തിനകം ബന്ധപ്പെട്ട അധികാരി മറുപടി നൽകണം? ഓക്കെ, അതും 30 ദിവസമാണ്. വിവരാവകാശ മറുപടിയിന്മേലുള്ള ഒന്നാം അപ്പീൽ സ്വീകരിച്ച്, ഇപ്പോൾ ഒരാൾക്ക് മറുപടി ലഭിച്ചു, അയാൾ അതിൽ തൃപ്തനല്ല, അയാൾ നേരെ 30 ദിവസത്തിനകത്ത് ഒരു അപ്പീൽ കൊടുക്കുന്നു. ആ അപ്പീലും എത്ര ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കണം? ആ അപ്പീലിനും അതും 30 ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കണം. ഇനി പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. സാധാരണഗതിയിൽ 30 ദിവസത്തിനകം ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പരമാവധി 45 ദിവസത്തിനുള്ളിലോ അപ്പീൽ തീർപ്പാക്കണം. ഓക്കെ, സാധാരണഗതിയിൽ 30 ദിവസത്തിനകം ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ പരമാവധി 45 ദിവസത്തിനുള്ളിൽ അപ്പീൽ തീർപ്പാക്കേണ്ടതുണ്ട്. സെക്ഷൻ 19(1) ഇത് പ്രതിപാദിക്കുന്നു. സെക്ഷൻ 19(1) ഇത് പ്രതിപാദിക്കുന്നു. സെക്ഷൻ 19(1) എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാം അപ്പീലിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്, അല്ലേ? പരമാവധി 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം, അല്ലെങ്കിൽ 45 ദിവസത്തിനുള്ളിലോ അപ്പീൽ തീർപ്പാക്കിയിരിക്കണം. ഏത് അപ്പീലാണ്? ഒന്നാം അപ്പീലാണ്. ഇനി അടുത്തത്,
വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിലും ഒന്നാം അപ്പീൽ പ്രകാരമുള്ള മറുപടിയിലും പൗരൻ തൃപ്തനല്ലെങ്കിൽ രണ്ടാം അപ്പീൽ നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? ഇനി രണ്ടാം അപ്പീൽ നമുക്ക് പോകാന്ന് പറഞ്ഞല്ലേ, രണ്ടാം അപ്പീൽ നൽകേണ്ടത് 90 ദിവസത്തിനുള്ളിലാണ്. 90 ദിവസത്തിനുള്ളിൽ രണ്ടാം അപ്പീൽ. ഒന്നാം അപ്പീൽ 19(1) പ്രകാരം 30 ദിവസം, രണ്ടാം അപ്പീല് 90 ദിവസം. ഏത് സെക്ഷൻ പ്രകാരം? 19(3). 19(3) പ്രകാരം. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 19(3)ലാണ് രണ്ടാം അപ്പീലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. രണ്ടാം അപ്പീലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 19(3)ലാണ്. രണ്ടാം അപ്പീൽ നൽകേണ്ടത് എത്ര ദിവസത്തിനകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 ദിവസം. ഇവിടെ പറയാം, വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 19(1) പ്രതിപാദിക്കുന്നത് എന്താണ്? ഒന്നാം അപ്പീലാണ്. ഒന്നാം അപ്പീല് 30 ദിവസത്തിനകം വിവരം ലഭിച്ച് മറുപടി ലഭിച്ച് 30 ദിവസത്തിനകം എന്ത് ചെയ്യണം? ഒന്നാം അപ്പീൽ കൊടുക്കണം. അത് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 19(1). ഈ ഒന്നാം അപ്പീല് PIO അല്ല അന്വേഷിക്കേണ്ടത്, അദ്ദേഹത്തെക്കാളും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കേണ്ടത്. അതുപോലെ തന്നെ എന്താണ്, ഈ അപ്പീൽ സ്വീകരിച്ച് എത്ര ദിവസത്തിനകം അധികാരി മറുപടി നൽകണം? 30 ദിവസത്തിനുള്ളിൽ നൽകണം. പരമാവധി 45 ദിവസത്തിനുള്ളിൽ ഇത് തീർപ്പാക്കണം. ഇനി 19(3) പറയുന്നു, രണ്ടാം അപ്പീലിനെ കുറിച്ച് പറയുന്നു. രണ്ടാം അപ്പീല് അതായത് മറുപടി ലഭിച്ച് 90 ദിവസത്തിനകം രണ്ടാം അപ്പീല് നൽകണം. എത്ര ദിവസം? 90 ദിവസം. രണ്ടാം അപ്പീലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 19(3). ഓക്കെ. വിവരാവകാശ കമ്മീഷൻ മുമ്പാകെയുള്ള രണ്ടാം അപ്പീൽ നൽകേണ്ടത്. ഓക്കെ. അപ്പീലുകൾക്ക് ഫീസ് ഇല്ല. എന്നാൽ ഹൈക്കോടതി, മറ്റു കോടതികൾ എന്നിവിടങ്ങളിൽ അപ്പീല് ഫീസ് 50 രൂപയാണ്. പൊതുവെ 10 രൂപയാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള ഫീസ്. എന്നാൽ അപ്പീലുകൾക്ക് ഫീസ് ഇല്ല എന്നും പറയുന്നു. പക്ഷേ ഹൈക്കോടതി, മറ്റു കോടതികൾ എന്നിവിടങ്ങളിലാണെങ്കിലോ അപ്പീലിന് ഫീസ് ഉണ്ട്. എത്ര രൂപയാണ്? 50 രൂപയാണ്. ഹൈക്കോടതികൾ, മറ്റു കോടതികൾ എന്നിവിടങ്ങളിലാണെങ്കിലോ അപ്പീലിന് ഫീസ് 50 രൂപ ഉണ്ടാവും. പൊതുവെ അപ്പീലുകൾക്ക് ഫീസ് ഇല്ല. എന്നാൽ ഹൈക്കോടതി, മറ്റു കോടതികൾ എന്നിവിടങ്ങളിലാണെങ്കിൽ അപ്പീലിന് 50 രൂപ ഫീസ് ഉണ്ട്. അപ്പൊ ഒന്നുകൂടെ പറയാം, വിവരാവകാശ കമ്മീഷൻ മുമ്പാകെയാണ് രണ്ടാം അപ്പീൽ നൽകേണ്ടത്. അപ്പീലുകൾക്ക് ഫീസ് ഇല്ല. എന്നാൽ ഹൈക്കോടതി, മറ്റു കോടതികൾ എന്നിവിടങ്ങളിൽ അപ്പീൽ ഫീസ് 50 രൂപയാണ്. രണ്ടാം അപ്പീലിന്മേൽ വിവരാവകാശ കമ്മീഷന്റെ തീരുമാനം അന്തിമമായിരിക്കും. ഇനി രണ്ടാം അപ്പീൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ തീരുമാനം അന്തിമമായിരിക്കും. പിന്നീട് വേറെ കാര്യങ്ങളൊന്നുമില്ല. രണ്ടാം അപ്പീലിന്മേൽ വിവരാവകാശ കമ്മീഷൻ തീരുമാനം അന്തിമമായിരിക്കും. ഓക്കെ. ഇന്നത്തെ മേളിലെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞു, വിവരാവകാശ കമ്മീഷന് മുമ്പാകെയാണ് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് അല്ലേ? വിവരാവകാശ കമ്മീഷൻ മുമ്പാകെയാണ് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് അടുത്ത ചോദ്യം. താഴെ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് പൗരന് വിവരാവകാശ കമ്മീഷനെ നേരിട്ട് സമീപിക്കാവുന്നത്? ഉത്തരം എല്ലാ ഓപ്ഷനും ശരിയാണ്, 4ഉം ശരിയാണ്. നമുക്ക് നോക്കാം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അഭാവം കൊണ്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ വരുമ്പോഴും PIO അപേക്ഷ സ്വീകരിക്കാതെ വരുമ്പോഴും നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം? വിവരാവകാശ കമ്മീഷനെ നേരിട്ട് സമീപിക്കാവുന്നതാണ്. ഇവിടെ പറയാം, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അഭാവം കൊണ്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ, അതുപോലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷ സ്വീകരിക്കാതെ വരുമ്പോഴും നമുക്ക് നേരിട്ട് വിവരാവകാശ കമ്മീഷനെ സമീപിക്കാം. ഇനി അടുത്തത്, നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ വിവരം ലഭിക്കാത്ത സാഹചര്യത്തിൽ, നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ വിവരം ലഭിക്കാത്ത സാഹചര്യത്തിലും നേരെ വിവരാവകാശ കമ്മീഷനെ നേരിട്ട് സമീപിക്കാം. ഇനി അപൂർണവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരങ്ങൾ നൽകുമ്പോഴും സമീപിക്കാം. അതുപോലെ അമിതമായ ഫീസ് ആവശ്യപ്പെടുമ്പോഴും സമീപിക്കാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും അല്ലേ? ഏത് സാഹചര്യത്തിലാണ് പൗരന് വിവരാവകാശ കമ്മീഷനെ നേരിട്ട് സമീപിക്കാവുന്നത്? ഓക്കെ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അഭാവം കൊണ്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ, ഇനി അപേക്ഷ സ്വീകരിക്കാതെ വരുമ്പോൾ, അതുപോലെ തന്നെ നിശ്ചിത ഒരു സമയപരിധിക്കുള്ളിൽ വിവരം ലഭിക്കാത്ത സാഹചര്യത്തിൽ, നമുക്ക് അപ്പീലിന് പോകാന്ന് പറഞ്ഞല്ലേ, അതാണ് ഈ കാര്യം. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ വിവരം ലഭ്യമാക്കാത്ത സാഹചര്യത്തിൽ. ഇനി അപൂർണവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരങ്ങൾ നൽകുമ്പോൾ, ഇതും അത് തന്നെയാണ്, അപൂർണവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരങ്ങൾ നൽകുമ്പോൾ. ഇനി അമിതമായ ഫീസ് ആവശ്യപ്പെടുമ്പോൾ. ഈ 4 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കമ്മീഷനെ നേരിട്ട് സമീപിക്കാവുന്നതാണ്. ഓക്കെ. അടുത്തത്, ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വജാഹത്ത് ഹബീബുള്ള ആണ് അല്ലെ? വജാഹത്ത് ഹബീബുള്ള ആണെന്ത്? ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. ഓക്കെ. ഏറ്റവും കൂടുതൽ കാലം മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയതും വജാഹത്ത് ഹബീബുള്ള ആണ്. ഏറ്റവും കൂടുതൽ കാലം. അതുപോലെ തന്നെ ആദ്യ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് തന്നെയാണ്? വജാഹത്ത് ഹബീബുള്ള ആണ്. ഓക്കെ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത, ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിതയാണ്
ദീപക് സന്ധു. ആരാണ്? ദീപക് സന്ധു. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകുന്ന 4ാമത്തെ വ്യക്തിയും അതുപോലെ ആദ്യ വനിതയുമാണ് ദീപക് സന്ധു. തിരിച്ചും മറിച്ചും PSC ചോദിച്ചിട്ടുണ്ട്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകുന്ന ആദ്യത്തെ വനിത ആരാണ്? ദീപക് സന്ധു. എത്രാമത്തെ വനിതയായിരുന്നു ദീപക് സന്ധു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4ാമത്തെ വനിതയാണ്. ഇനി ഒരു വനിതയും കൂടിയുണ്ട് അല്ലെ, അത് ഈ ചോദ്യത്തിലൂടെ നമുക്ക് പഠിക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വനിതകൾ ആരൊക്കെയാണെന്ന് നോക്കാം. 1ഉം 4ഉമാണ് ശരി. ഒന്നാമത്തെ ഓപ്ഷൻ ദീപക് സന്ധു, 4ാമത്തെ ആരാണ്? സുഷമ സിംഗ്. ദീപക് സന്ധുവും സുഷമ സിംഗുമാണ് വനിതകളായിട്ടുള്ളത്. ദീപക് സന്ധു എത്രാമത്തെ ആയിരുന്നു? ദീപക് സന്ധു 4ാമത്തെ ആയിരുന്നു അല്ലെ, 4ാമത്തെയും അതുപോലെ തന്നെ ആദ്യത്തെ വനിതയുമായിരുന്നു. ഇനി ദീപക് സന്ധുവിന് ശേഷം മുഖ്യ വിവരാവകാശ കമ്മീഷണറായി 5ാമതെത്തുന്ന 2ാമത്തെ വനിതയാണ് ആര്? സുഷമ സിംഗ്. ദീപക് സന്ധു എത്രാമത്തെ ആയിരുന്നു? ദീപക് സന്ധു 4ാമത്തെ ആയിരുന്നു. അവർക്ക് ശേഷം അഞ്ചാമതായിട്ടാണ് ആര് നിയമിതയായത്? സുഷമ സിംഗ് നിയമിതയായത്. അവർ എത്രാമത്തെ വനിതയാണ്? 2ാമത്തെ വനിതയാണ്. ഓക്കെ, ദീപക് സന്ധു അതുപോലെ തന്നെ സുഷമ സിംഗ്. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് പാലാട്ട് മോഹൻദാസ്. നമ്മുടെ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ്? പാലാട്ട് മോഹൻദാസ്. പാലാട്ട് മോഹൻദാസിന് ശേഷം സിബി മാത്യൂസ്, വിൽസൺ എംപോൾ, ഡോക്ടർ വിശ്വാസ് മേത്ത എന്നിവർ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായിട്ട് നിയമിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവില് വി ഹരിനായരാണ് അല്ലെ, വി ഹരിനായർ. അത് നമുക്ക് ക്ലാസ്സിൽ ലാസ്റ്റിൽ പറയാം. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. വിവരാവകാശ കമ്മീഷൻ അല്ലെ, വിവരാവകാശ കമ്മീഷൻ, അതിലൊരു ഉണ്ടല്ലോ, വിവരാവകാശ കമ്മീഷൻ. ഇനി നിലവിലെ ദേശീയ വിവരാവകാശ കമ്മീഷണർ ആര്? ഹീരാലാൽ സമരിയ. ആരാണ്? ഹീരാലാൽ സമരിയ. സംസ്ഥാനത്തിലേതോ? വി ഹരിനായർ. വി ഹരിനായർ. രണ്ടിലും ഹായും രായും ഒക്കെ ഉണ്ട് അല്ലെ, രായുണ്ട്. അതുപോലെ വിവരാവകാശത്തിലും എന്തുണ്ട്? രായുണ്ട്. ആ രീതിയിൽ ഒരു രാ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. അതായത് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ. ഓക്കെ, തെറ്റിപ്പോകത്തില്ലല്ലോ. ദേശീയ വിവരാവകാശ കമ്മീഷണർമാരുടെ കാര്യമാണ് പറയുന്നത്. ദേശീയ തലത്തിൽ ഹീരാലാൽ സമരിയ, സംസ്ഥാന തലത്തിലോ വി ഹരിനായർ. തെറ്റിപ്പോകരുത്. ഇതുപോലെ നമുക്ക് സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട ബാക്കി ടോപ്പിക്കുകൾ, ബാക്കി കമ്മീഷനുകൾ കൂടി പച്ചവെള്ളം പോലെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിച്ചെടുക്കാം. അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ 5 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഈ 5 ചോദ്യങ്ങളുടെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ്സുകൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക ചാനല്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും പറയുവാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.